ഹലോ, അങ്ങനെ എല്ലാവരും പോയിട്ടാ. സേതുവണ്ണും അമ്മയും അച്ഛനും കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയേക്ക്. അച്ഛന് ചെറുതായിട്ടൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു കളയാന്ന് വെച്ചാൽ അച്ഛൻ പിന്നെ സ്കൂളിൽ പോയിട്ടോ. അപ്പൊ സേതുവിടെ ക്യാബേജ് ഒക്കെ മേടിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ക്യാബേജും ചെമ്മീനും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ചെമ്മീൻ ഇന്നലെ ഓൾറെഡി നമ്മൾ മേടിച്ച് ശരിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇതുവരെ അങ്ങനെ ഉപ്പേരിയിലൊന്നും ഇങ്ങനെ ചെമ്മീനൊന്നും ഇട്ട് വെച്ചിട്ടില്ല. അങ്ങനെ വീട്ടിലും അങ്ങനെ ശീലങ്ങളില്ല. അപ്പൊ ഇന്നൊന്ന് ചെയ്യാന്ന് വിചാരിച്ചു. അതുകൂടാതെ എന്റെ ഫ്രണ്ട് അനു പറഞ്ഞു, ചെമ്മീനും ക്യാബേജും അടിപൊളിയാടി സൂപ്പറാ, അവൾ ഇടക്കിടക്ക് ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് അതെന്തായാലും ഉണ്ടാക്കിയിട്ടെന്ന കാര്യം. അപ്പൊ നോക്കുമ്പോ വേപ്പിലയില്ല. അപ്പൊ ഞാൻ വേഗം ചെന്ന് വേപ്പിലയൊക്കെ പൊട്ടിച്ചിട്ട് പോകുന്നു കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, തേങ്ങ, മഞ്ഞപ്പൊടി, ഉപ്പ്, കറിവേപ്പില, കുഞ്ഞുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ക്യാബേജിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബീഫും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ബീഫ് ഒന്ന് കഴുകി അങ്ങോട്ട് വേവിക്കാൻ വെക്കാന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പൊ പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, നമ്മൾ തിരുമ്മി വെച്ച ക്യാബേജും കൂടെ അതിലേക്ക് ഇട്ടു കേട്ടോ. അമ്മ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അമ്മയ്ക്കും അച്ഛനും ഇഷ്ടമുള്ളത് എന്തോ ഒരു കറി. ഞാൻ നോക്കിയില്ല എന്താണെന്നുള്ളത്. അപ്പൊ ഇതൊന്ന് അടച്ചു വെച്ച് വേണമെങ്കിൽ വേവിക്കാം, അല്ലെങ്കിൽ തുറന്നു വെച്ച്. ഞാൻ തുറന്നു വെച്ചാട്ടോ വേവിച്ചത്. സിമ്മിലിട്ട് വേവിച്ചു, ചെമ്മീനും കൂടി ഇട്ട് ഇളക്കി അങ്ങോട്ട് വെച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സൂപ്പറാ. പിന്നെ ഞാൻ പിന്നെ എൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ടോ. ചൂടുവെള്ളം ഉണ്ടാക്കി അതിൽ കുറച്ച് ഷാമ്പൂവും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കാലൊന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കാലൊന്നും അത്ര അങ്ങോട്ട് മൈൻഡ് ചെയ്യാറില്ല. ഞാനിങ്ങനെ നെയിൽ പോളിഷ് ഇങ്ങനെ മാറ്റി ഇടുന്നല്ലാതെ. അപ്പം ഇന്ന് അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു പെഡിക്യൂർ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഷാമ്പൂ ആണ് കേട്ടോ നേരത്തെ ഇട്ടത്. അതിൽ കുഞ്ഞ് സാഷ വാങ്ങി അതിലിട്ട് വെച്ചേക്കുക. പിന്നെ അതേ വാക്സിൻ കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കാല് നല്ല ഭംഗിയാവും. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഓടിച്ചെന്ന് ബീഫും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുളിക്കാൻ പോയി കേട്ടോ. ഇതിൻ്റെ ഇടയിൽ അച്ഛനും അമ്മയും സേതുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാനൊക്കെ പോയത് കേട്ടോ. അങ്ങനെ എൻ്റെ കുളിയും കൂടെ കഴിഞ്ഞു. ഇനി കുളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പണിയും കൂടി ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കുക. കുളിച്ച് കഴിഞ്ഞാൽ നല്ല ആശ്വാസം. ഈ ചൂടത്ത് കുളി കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു സുഖം കിട്ടുമല്ലോ. ലഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വല്യമ്മ വന്നത്. വല്യമ്മ വന്നിട്ട് എന്തൊക്കെയാണ് കൊണ്ടുവന്നേക്കണം നോക്കി. കൊഴുക്കട്ടയും എഗ് പപ്സാണ് കേട്ടോ വല്യമ്മ കൊണ്ടുവന്നത്. അങ്ങനെ പിന്നെ വല്യമ്മനോട് കുറേ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ചേച്ചി പോയ കാര്യമൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ലച്ചുവിനൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, എയർ ഡ്രൈ ക്ലേ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണണം കേട്ടോ. അടിപൊളിയാണ് ഈ എയർ ഡ്രൈ ക്ലേ. നമുക്കും ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നമ്മൾ വൈകുന്നേരം ഡിന്നർ കഴിക്കാനായിട്ട് ലച്ചുവിൻ്റെ സ്കൂളിൻ്റെ അടുത്ത് ഒരു കുട്ടി ഷവർമ്മ കഴിക്കാമെന്നും പറഞ്ഞു വന്നിട്ട്. അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ ഷവർമ്മ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മുളകാണ് കേട്ടോ. ഇങ്ങനെ മുളക് എന്ന് പറഞ്ഞാൽ ഉപ്പിലിട്ട് വെക്കൂല, എരിവൊന്നുമില്ലാതെ. ഞാൻ ഷവർമ്മ ഒരു ബൈറ്റ് കടിക്കും, കുറച്ച് മുളക് എടുത്ത് കഴിക്കും. ഞാൻ ലച്ചുവിനോടും കൂടി ചോദിച്ചു, ലച്ചുവിൻ്റെ മുളകും കൂടെ ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സേതുവിനോട് പറയേണ്ടത്, സേതുട്ട് ആ മുളകൊന്ന് കഴിച്ചു നോക്കൂ. സേതുവിന് ലച്ചുവിന് എരിവെന്ന് പറഞ്ഞ സംഭവം വലിയ കാര്യമല്ല കേട്ടോ. പക്ഷേ ഇതിന് എരിവല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായി. ഈ ഷവർമ്മ കഴിക്കണമെങ്കിൽ ആ മുളകും കൂടെ വേണം കേട്ടോ. അത് കഴിഞ്ഞ് സേതുട്ട് ഒരു ജിലേബിയും കൂടെ പറഞ്ഞു, മഞ്ഞ ജിലേബി. ലച്ചുവും സേതുവിനും പപ്പാതി എടുത്തു. എനിക്ക് മധുരം ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ അങ്ങനെ എടുത്തില്ല കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അധികം നേരമൊന്നും ഇരുന്നില്ല കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഒന്ന് വർത്താനം പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ആ കടയിൽ നിന്ന് തന്നെ ലച്ചൊരു ക്യാൻഡി മേടിച്ചിട്ടുണ്ടായി, ഒരു ഹാർട്ട് ഷേപ്പ് ക്യാൻഡി. ഇത് എപ്പോഴും എന്നോട് പറയണം, അമ്മ വാങ്ങിത്തരുമോ. പക്ഷെ ഞാൻ വാങ്ങിക്കൊടുക്കാറില്ല, കാരണം പല്ല് വെറുതെ കേടാവണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ ഇത് കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളിയാന്നാണ് കേട്ടോ അവള് പറഞ്ഞത്. ഇനിയും വേണമെന്നാണ് കേട്ടോ അവള് പറയുന്നത്.